എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. ഒതായി മനാഫ് വധക്കേസിൽ ഒന്നാം പ്രതിക്കുള്ള ശിക്ഷ കോടതി നാളെ പ്രഖ്യാപിക്കും. കേസിൽ 3 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഒന്നാം പ്രതി മാലങ്ങാടൻ ഷെഫീഖിനെതിരെയാണ് കോടതി നാളെ വിധി പറയുക. ഒതായി മനാഫ് വധക്കേസിലാണ് ദീർഘകാല നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം നിർണായക വിധി ഇന്നുണ്ടായത്. യൂത്ത് ലീഗ് പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ ഒതായി പള്ളിപ്പറമ്പൻ മനാഫിനെ 1995 ഏപ്രിൽ 13 ഒതായി അങ്ങാടിയിൽ വെച്ച് പട്ടാപ്പകൽ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെ കോടതി വെറുതെ വിട്ടപ്പോൾ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷെഫീഖിനെതിരെ IPC സെക്ഷൻ 302 പ്രകാരം കുറ്റം നിലനിൽക്കുന്നുവെന്ന് കോടതി കണ്ടെത്തി. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി AV ടെല്ലസാണ് 30 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിൽ വിധി പുറപ്പെടുവിച്ചത്. മൂന്നാം പ്രതി PV അൻവറിന്റെ സഹോദരി പുത്രൻ മാലങ്ങാടൻ ഷെരീഫ്, കോട്ടപ്പുറം സ്വദേശി മുനീബ്, മപ്രം പയ്യനാട്ട് തൊടിക കബീർ എന്ന ജാബിർ എന്നിവരെയാണ് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടത്. ഒതായിലെ മനാഫ് വധക്കേസിലെ ഒന്നാം പ്രതി ഷെരീഫ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഷെഫീഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2, 3, 4 പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട്. ശിക്ഷ കോടതി നാളെ പറയും. കേസ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് 30 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. 30 വർഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി. ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അവർക്കെതിരെ തെളിവില്ലെന്ന് കണ്ടിട്ടാണ് കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. അതിൽ രണ്ടാം പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ കുടുംബം അപ്പീൽ ബോധിപ്പിക്കും. തീർച്ചയായിട്ടും 30 വർഷത്തെ ഈ ഒരു പോരാട്ടത്തിന് റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് പ്രത്യേകിച്ച് ചാനലുകളുടെയും കുടുംബത്തിൻ്റെയും മാത്രം സഹായത്തിലാണ് ഈ കുടുംബം ഈ പോരാട്ടം നടത്തിയത്. ഒരു സിസ്റ്റവും ഇവരുടെ പുറകെ നിന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിധി അവർക്ക് സംതൃപ്തി നൽകുന്ന കാര്യമാണ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.